സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിച്ചിരിക്കുന്നു. അവിടെ HTS എന്ന ജ്വലാനി എന്നൊരു വ്യക്തിയുടെ നേതൃത്വത്തിൽ അവിടെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബാഷർ അൽ അസദ് മോസ്കോയിൽ കുടുംബവുമായി സുരക്ഷിതമായി എത്തിച്ചേർന്ന് അവിടെ അഭയം പ്രാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അസൈലം കൊടുത്തിരിക്കുന്നു. ക്രെംലിൻ, മോസ്കോ, റഷ്യ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ അസൈലം എന്ന് പറയും. അതിപ്പോൾ ഒരു വലിയ നേതാവോ രാജാവോ നിലം പതിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അത് പ്രൊട്ടക്ഷൻ കൊടുക്കും, അസൈലം കൊടുക്കാന്ന് പറയും. അവർ പോയി എവിടെയെങ്കിലും സുരക്ഷിതമായി ജീവിക്കാൻ ആയിട്ടുള്ള ഒരു അവസരം. എല്ലാവരും അദ്ദേഹം ഇറാനിലേക്ക് പോകുമോ എന്നുള്ളതായിരുന്നു നോക്കി കണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹം അവസാനമായി തീരുമാനം എടുത്തത് മോസ്കോയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വ്ളാഡിമിർ പുടിൻ്റെ സംരക്ഷണയിൽ കഴിയാമെന്നുള്ളൊരു തീരുമാനമാണ് എടുത്തത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിറിയയിൽ പുതിയ ഭരണം വരും. ജ്വലാനി അത് ഭരിക്കും. ജ്വലാനി ഒരു പിന്തുണയില്ലാതെ ജ്വലാനി അങ്ങനൊരു HTS എന്നൊരു ഗ്രൂപ്പിന് അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ഒരു പക്ഷേ അമേരിക്ക ആയിരിക്കാം, യൂറോപ്യൻ യൂണിയൻ ഉണ്ടാകാം, ഇസ്രായേൽ ഉണ്ടാകാം. അപ്പം അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലാണെന്ന് വേണം കരുതാനായിട്ട് ഈ പുതിയ റിബൽ ഗ്രൂപ്പ് അവിടെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് നമ്മൾ ഒക്ടോബർ 2023 ഒക്ടോബറിലുണ്ടായ ഇസ്രായേലിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടും അതിലും മുമ്പ് നടന്ന കുറേ ചരിത്രം കൂടി ഇതിലേക്ക് കൂട്ടി വായിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആകത്തുക മനസ്സിലാവുള്ളൂ. ഇതിന് തുടക്കമിട്ടത് ബരാക് ഒബാമയാണ്. ഐസിസ് എന്നൊരു പ്രത്യേക സംഘം ഉണ്ടാകുന്നു. ഇന്ന് HTS ഉണ്ടായ അതേ ഇതിലാണ് ബാഗ്ദാദിയുടെ നേതൃത്വത്തിൽ ഐസിസ് ഉണ്ടാകുന്നു. ഐസിസ് കുറേ മുസ്ലിമുകളെ കുരുതി കൊടുക്കുന്നു. ഒരു കൊലാറ്ററൽ ഡാമേജ് ഇപ്പുറത്തുണ്ടായിട്ടുണ്ട്. കുറേ നമ്മൾ കണ്ടതുപോലെ കഴുത്തറുത്ത് കൊല്ലുന്നു, ക്രിസ്ത്യാനികളെ കൊല്ലുന്നു, ജൂതന്മാരെ കൊല്ലുന്നതൊക്കെ ആയിട്ട് അത് വളരെ നിസ്സാരമായിരുന്നെങ്കിലും ഐസിസ് എന്ന ഒരു സംഘടന രൂപീകരിക്കുന്നത് വഴി നഷ്ടം മുഴുവനും ഇസ്ലാമിക സഹോദരങ്ങൾക്കും ഒപ്പം തന്നെ സുന്നി വിഭാഗത്തിനായിരുന്നു. അതിൽ ഒറ്റിക്കൊടുത്തിരുന്നത് മുഴുവനും ഇപ്പം വരിന്ന് പോയ നസ്രുള്ളയും ഷിയ വിഭാഗക്കാരായിരുന്നു ഇറാനും. കാരണം അന്ന് അവർ ആഘോഷിച്ചിരുന്നു ഐസിസ് സുന്നി വിഭാഗം. ഞാൻ നേരത്തെ സൂചിച്ചതുപോലെ ഈ മതത്തിലാണ് ഏറ്റവും ഒറ്റുകാരുള്ളത്. കാലുവാരും, വെട്ടും, ചതിക്കും, അധികാരം പിടിക്കും, അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സമുദായമാണ് മുസ്ലിം ലോകം. അപ്പം അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ അണ്ടറിൽ സിറിയൻ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു. അതിലിപ്പോൾ നമുക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിറിയയുടെ ഒരു ഭാഗം, ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. വടക്ക് ഭാഗത്ത് അമേരിക്ക ഒരു ബേസ് ഇട്ട് കുർദുകളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നു. ടർക്കി ഇപ്പം ലോകം ഉറ്റുനോക്കുന്നത് ലെബനൻ വീണു, ഹമാസ് വീണു, സിറിയ വീണു. അടുത്തത് ഇറാനിലേക്കാണോ അതോ തുർക്കി, എർഡോഗന്റെ തുർക്കിയിലേക്കാണോ അടുത്ത ആക്രമണം? അതുകൊണ്ടായിരിക്കുമോ? കാരണം ഈ കുർദുകളും അമേരിക്കൻ ബേസും ഉള്ള സ്ഥലത്ത് ടർക്കിയുമായിട്ട് ഒരു ഒരസൽ നടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം അതൊരു പ്രദേശം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണോ അതോ ഇവരുടെ മുന്നേറ്റം തുർക്കിയിലേക്ക് തന്നെ കടക്കുമോ? കാരണം തുർക്കിയും ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നം ഈ ഹമാസ് നേതാക്കന്മാരെയും നസ്രുള്ളേനെയും ഒക്കെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഒരസലുണ്ട് തുർക്കിക്കും ഇസ്രായേലും തമ്മിൽ. അപ്പോൾ ഈ ഒരു മുന്നേറ്റം, HTSന്റെ മുന്നേറ്റം തുർക്കിയിലേക്ക് പോകുമോ? അതിന് സന്തോഷമായിട്ട് കുർദുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്യും. കാരണം അമേരിക്കയുടെ അണ്ടറിലാണ് കുർദുകൾ വരുന്നത്. അവരുടെ പ്രൊട്ടക്ഷൻ, അമേരിക്കയുടെ പ്രൊട്ടക്ഷനാണ് കുർദുകൾക്കുള്ളത്. റഷ്യ ഇതിൽ നിന്ന് പിൻവാങ്ങി. കാരണം ഇറാനും റഷ്യയും ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലാത്തത് കൊണ്ട് ബാഷർ അൽ അസദിനെ മാത്രം രക്ഷിച്ച് റഷ്യ അവിടെ നിന്ന് പിന്മാറുന്നൊരു ഇതാണ് കണ്ടത്. നമ്മളെല്ലാവരും വിചാരിച്ചത് റഷ്യ ബാഷർ അൽ അസദിനെ പ്രൊട്ടക്ട് ചെയ്ത് സിറിയയുടെ ഭരണം വീണ്ടും ബാഷർ അൽ അസദിൻ്റെ ഇരിക്കും എന്നാണ്. പക്ഷേ കീഴടങ്ങി പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി കാണേണ്ടത്, ഇപ്പൊ ജോ ബൈഡൻ ഡെമോക്രാറ്റ് പാർട്ടിയിലാണ്. ഒബാമയുടെ അണ്ടറിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജോ ബൈഡൻ. അന്ന് സൗദിയുടെ അപ്രമാദിത്വം തകർക്കേണ്ടതിന് വേണ്ടിയിട്ട് ഇറാനിലെ ഭരണകൂടവും ഖമേനി ഭരണകൂടമായിട്ട് ഒരു ധാരണയിൽ അന്ന് ഒബാമയ്ക്ക് ഉണ്ടായിരുന്നു. ഒബാമയ്ക്കും ഇന്ന് അധികാരത്തിലിരിക്കുന്ന ജോ ബൈഡനും ഹിലരി ക്ലിന്റനും ഒക്കെ ഇറാനായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഒരു സൗഹൃദം
രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു. പിന്നീട് ജോൺ കെറി വിദേശകാര്യമന്ത്രി ഇവിടുത്തെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തൊക്കെ. ആ ഒരു മുന്നേറ്റത്തിന്റെ പേരിൽ ചിലപ്പോൾ ഇറാൻ ജോ ബൈഡന്റെ ഫോക്കസിൽ വരില്ല എന്ന് വേണം അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇന്നും ഇറാൻ നിലനിൽക്കുന്നത്. ബെഞ്ചമിൻ നെത്തന്യാഹു, ഇസ്രായേലിലെ ബെഞ്ചമിൻ നെത്തന്യാഹുവിന് ഇറാനെ അടിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ജോ ബൈഡൻ ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്നില്ല. കാരണം അവർക്ക് സൗദി അറേബ്യക്ക് ബദലായിട്ട് ഷിയ ഭരണകൂടത്തിലുള്ള ഖമേനിയെയും ഇറാനെയും കൊണ്ടു നടക്കണമെന്നാണ് അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി, ഇവിടുത്തെ ജോ ബൈഡന്റെ പാർട്ടിയുടെ ഉദ്ദേശം. അടുത്ത ഒരു മാസത്തിനുള്ളിൽ ട്രംപ് അധികാരം ഏറ്റെടുത്ത് ഒരുപക്ഷെ കാലങ്ങളും രാഷ്ട്രീയങ്ങളും മാറിയേക്കാം. ഇനി ഒരു മാസക്കാലമേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ട്രംപിന്റെ നയം ഇറാനെയും ഖമേനിയെയും വകവരുത്തുക, ഇറാനിൽ പുതിയൊരു ഭരണകൂടം കൊണ്ടുവരിക എന്ന നയമായിരിക്കാം. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഈ റിബലുകളുടെ സിറിയയിലെ മുന്നേറ്റം അതുമായി അതിർത്തി പങ്കിടുന്ന ഈ ടർക്കിയിലേക്ക് പോകുമോ എന്നാണ് ലോകം നോക്കി കാണുന്നത്. ടർക്കിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവിടെ പലപ്പോഴും അമേരിക്ക അവിടെ ഏകദേശം ഒരു 10-12 വർഷം മുമ്പ് പെൻസിൽവാനിയയിൽ ജീവിക്കുന്ന ഒരു റിബൽ നേതാവ് ഉണ്ടായിരുന്നു, ടർക്കിഷ് റിബൽ നേതാവ്. അവിടെ ഒരു അട്ടിമറിക്ക് ശ്രമിച്ചിരുന്നു ഒബാമ ഉള്ള സമയത്ത്, അതും ഡെമോക്രാറ്റ് ആണ്. അങ്ങനെ ഒരു അട്ടിമറിയിലൂടെ എർഡോഗന് പണി കിട്ടുമോ എന്നും ലോകം നോക്കി കാണുന്നുണ്ട്. കാരണം ജോ ബൈഡന് ഇറാനെ വെറുതെ വിട്ട് ടർക്കിയെ പിടിക്കാനാണ് ലക്ഷ്യമെങ്കിൽ ആരായിരിക്കും അടുത്ത ഉന്നം? കാരണം ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട്. തന്നെയുമല്ല, ടർക്കിയോട് ചേർന്നൊരു ബേസ് ഉണ്ട്. ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം, ട്രംപുമായിട്ടുള്ള ബന്ധപ്രകാരം ട്രംപിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഡിഫൻസ് സെക്രട്ടറി ജിം മാറ്റിസ് രാജിവെക്കുന്നത് ഒരു ഫോൺ കോളിന്റെ സമയത്ത് ട്രംപ് എർഡോഗന് വാക്കു കൊടുക്കുകയാണ് സിറിയയിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാം എന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്ത്. അത് ജിം മാറ്റിസ് എന്ന ഡിഫൻസ് സെക്രട്ടറിയോട് ആലോചിക്കാതെയാണ് ട്രംപ് ഒരു ഫോൺ കോളിൽ എർഡോഗന് അന്ന് ഒരു ഉറപ്പ് നൽകുന്നത്. ആ ഉറപ്പിന്റെ പുറത്ത്, അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തതിന്റെ പുറത്താണ് ജിം മാറ്റിസ് അന്ന് തന്നെ രാജിവെക്കുകയായിരുന്നു. ഡിഫൻസ് സെക്രട്ടറി, അമേരിക്കൻ പ്രതിരോധ മന്ത്രി എന്നറിയപ്പെടുന്ന ജിം മാറ്റിസ് അന്ന് രാജിവെച്ചു. അപ്പോൾ ട്രംപ്, ഇവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി, അതല്ലെങ്കിൽ ട്രംപ് വ്യക്തിപരമായിട്ട് നയം എർഡോഗന് അനുകൂലമായിരിക്കാം. എന്നാൽ ജോ ബൈഡൻ ഒരു പക്ഷേ എർഡോഗനെ ഒരു മാസം പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ നമുക്ക് വളരെ വിസ്മയമാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റും കാണിക്കാത്ത രീതിയിലാണ് ഇതൊക്കെ. മുമ്പിൽ നിന്നും നയിക്കുന്നില്ലെങ്കിലും ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയാണെന്ന് കണ്ണുള്ളവർക്കും കാതുള്ളവർക്കും മനസ്സിലാകും. അപ്പോൾ ജോ ബൈഡൻ പോകുന്നതിന് മുമ്പ് ടർക്കിയിലെ എർഡോഗനെ തെറിപ്പിക്കുമോ? അവിടെ റിബൽ ഗ്രൂപ്പുകളുണ്ട് ടർക്കിയിൽ, വ്യക്തമായിട്ടും എർഡോഗന് റിബൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ടർക്കിന് ഉന്നം വെക്കുകയോ അതോ ഇത് അവിടെ ഒരു സംഘർഷത്തിന് തുടക്കമിട്ട് ജോ ബൈഡൻ ഇറങ്ങിപ്പോകുമോ? അതുമല്ലെങ്കിൽ ഇനി ട്രംപ് വന്നാല് ഖമേനിയുടെ സ്ഥാനം തെറിക്കുമോ? ഇറാന്റെ അധികാര കേന്ദ്രം തന്നെ മാറ്റുമോ? ഇതൊക്കെയാണ് അടുത്തതായിട്ട് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയും ഭൂമിയിൽ ജനാധിപത്യവും സമാധാനവും കൊണ്ടുവരേണ്ടതിന് വേണ്ടിയുള്ള പ്രവൃത്തികളുടെ ഭാഗമായിട്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ആണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലാകും. കൂടെ ഇസ്രായേലുമുണ്ട്. വലിയ മാറ്റങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനിയുള്ള കാഴ്ചകൾ, ഇനിയുള്ള ഒരു മാസത്തിൽ ജോ ബൈഡൻ ടർക്കിനെ തെറിപ്പിക്കുമോ അതോ അവിടെ ഒരു രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുമോ അതോ ഇനി ട്രംപ് വന്നതിന് ശേഷം ഇറാനെ തെറിപ്പിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.